ഈ ലോ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള പെൺകുട്ടികൾ അവർ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവും. അവർ പെട്ടെന്ന് അവരുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവും. ജസ്റ്റ് ഒരു സ്റ്റോറി ഞാൻ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് അവരുടെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അതിനോടൊരു പ്രത്യേക താല്പര്യം. അപ്പം സ്വാഭാവികമായിട്ടും അവരാദ്യം ചെയ്യുന്ന പെൺകുട്ടികളുടെ ഒരു മണ്ടത്തരമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അവരാദ്യം അവരുടെ ഹസ്ബൻഡിനോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കൊളീഗുമായിട്ട് തിയേറ്ററിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കും. ഇതൊരു ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഈ മണ്ടികൾ എങ്ങനെ വിചാരിക്കുന്നത് ഭയങ്കര ബുദ്ധിയാണ്. ഇവളുമാരിങ്ങനെ ചോദിക്കുമ്പോൾ രണ്ടുത്തരങ്ങൾ പ്രതീക്ഷിക്കാം ഭർത്താക്കന്മാരിൽ നിന്ന്. നല്ല ട്രസ്റ്റുള്ളൊക്കെ ഒരു ഭർത്താവാണെങ്കിൽ അവനതിൽ ചിലപ്പം ഒരു വിശ്വാസം കാണും, അതോടൊപ്പം ഒരു ചെറിയ സംശയം കാണും. അവൻ പറയും പൊക്കോ എന്ന് പറയും. പക്ഷെ അവൻ്റെ ഉള്ളിൽ ഇവളെ ടെസ്റ്റ് ചെയ്യാനാണ്, ഇവളെ ചാടി പോകുമോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനാണ്. പക്ഷെ എന്നാൽ വിശ്വാസം ഉണ്ട് താനും, പോവില്ല എന്നുള്ളതാണ് വിശ്വാസം. ഇനി മറ്റൊരുത്തനാണെങ്കിൽ അവനും വേറെ സെറ്റപ്പ് ഉണ്ട്, അപ്പോൾ ഇവളും പൊക്കോട്ടെ. അപ്പോൾ ഈ ഉത്തരം രണ്ട് രീതി ചിന്തിക്കുന്നവരും ഈ പറയുന്ന ഒരേ ഉത്തരമാണ്. ചിന്തകൾ രണ്ടുപേരും രണ്ടാണ്, അതായത് ഭർത്താക്കന്മാർ രണ്ടുപേരും ചിന്തകൾ രണ്ടാണ്. പക്ഷേ ഈ പെണ്ണ് മണ്ടി വിചാരിക്കും അവളപ്പോൾ അവൾക്ക് അനുകൂലമായ ഉത്തരവ് എടുക്കത്തുള്ളൂ. അയാൾക്ക് വേറെ പരിപാടി കാണും. അപ്പോൾ അതൊക്കെ ഇവർ പതുക്കെ ഇവരൊരു പണി തുടങ്ങും. ഏതെങ്കിലും ഒരുത്തിനോട്ട് ഇങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിന് പെട്ടെന്ന് മനസ്സിലാവും. ഇത് മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ് വരുമ്പോഴത്തേക്ക് അവൻ്റെ കോൾസ്, അവളുടെ രീതികളൊക്കെ മാറ്റം വരുമ്പോൾ അവൻ കൂടുതൽ സംശയം കാണിക്കും, അവൻ കൂടുതൽ സ്ട്രിക്റ്റ് ആവും, അവൻ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഗ്രാജുവലി അതൊരു ഫൈറ്റിലേക്ക് വരും. എവിടെയെങ്കിലും വെച്ച് ഇവളെ പിടിക്കപ്പെടും. കാരണം ഇവളുടെ ലോ ഇമോഷണൽ മെച്ചൂരിറ്റി കൊണ്ടാണ് ഇവൾ ചെയ്തത്. അത്രയും മണ്ടിയാണ്. എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഭയങ്കര ബുദ്ധിയുള്ളവരൊക്കെ ഈ കാണിച്ചു കിട്ടുന്നത് ഇതൊക്കെ ഭയങ്കര ബുദ്ധിയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് റിലേഷൻഷിപ്പ് തകരുകയാണ് സത്യത്തിൽ അവരുടെ. എന്തൊരു മണ്ടത്തരം അവൾ കാണിച്ചത്. അവയെല്ലാം അടപടലം പൊക്കും. ലാസ്റ്റ് നാണം കെടുമ്പോൾ ലാസ്റ്റ് ഇനി ആകെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവ് നാർസിസ്റ്റിക് പേഴ്സൺ ആണെന്ന് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആകെ ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യാം, അല്ലെങ്കിൽ തകരും. അപ്പോൾ അവനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യും. ഭർത്താവിന് മൊത്തം അറിയാം. അപ്പോൾ അവനെ പ്രൊവോക്ക് ചെയ്യും. അവനെ എങ്ങനെ പ്രൊവോക്ക് ചെയ്യുമെന്ന് വെച്ചാൽ സിംപിളി അവനെ ഏതൊക്കെ ബ്രൂട്ടൽ രീതിയിൽ പ്രൊവോക്ക് ചെയ്യാവോ അവനെ ഇൻസൾട്ട് ചെയ്യുക, അവൻ റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്തോ ഇവൾ ചെയ്ത ഈ തെറ്റ് ഇവളങ്ങ് സപ്രസ് ചെയ്യും. എന്നിട്ട് അവൻ്റെ ആക്ഷൻസ് മറ്റുള്ളവരും കണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് മറ്റൊരിടത്തെല്ലാം പ്രചരിപ്പിക്കും. ഇതാണ് പെണ്ണുങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി. ലോ ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ള ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ ചെയ്യുന്ന മണ്ടത്തരമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ നിൻ്റെ ജീവിതത്തിൽ കരയുമെന്ന് പറഞ്ഞാൽ നല്ല ഉച്ചത്തിൽ കരയും. നീ ദൈവത്തെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാക്കുക. മനസ്സിലായോ? അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് എനിക്ക് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം അത് ശരിയാണ്, എല്ലാവരും ഒരു തെറ്റ് ചെയ്യുന്ന വെച്ചാൽ അത് ശരിയാവണമെന്നില്ല. അപ്പോൾ അവനവൻ്റെ ജീവിതം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക.